ശുക്രമണ്ഡലം നന്നായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആകർഷണം വളരെ കൂടുതൽ. അത് ഒത്തിരി കൂടുതൽ അവർ ആണുങ്ങളെ പെണ്ണുങ്ങളെ നന്നായിട്ട് ആകർഷിക്കാറുണ്ട്. ഭയങ്കര ആകർഷണം. അദ്ദേഹം വരുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഓറയാണ്. അദ്ദേഹം വരുമ്പോ തന്നെ നമുക്ക് ഒരു വല്ലാത്തൊരു എനർജിയും പുള്ളി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. മേഡം, എനിക്ക് ഇത് കേട്ടപ്പോഴേ ഞാൻ ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് ഇപ്പൊ ഞാനായിരുന്നാലും ചിന്തിക്കും നമുക്ക് എങ്ങനെ ലാലേട്ടനെ പോലെ ആവാം, എങ്ങനെ അദ്ദേഹത്തെ പോലെ നമുക്ക് ഇതേപോലെ സോഫ്റ്റ്നെസ് ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് തരുന്ന കർമ്മങ്ങളെല്ലാം സാറിനായാലും എനിക്കായാലും തരുന്ന കർമ്മങ്ങൾ നമ്മളെ മുൻജന്മ കർമ്മമാണ്. അത് തരുന്ന ഭഗവാനാണ്. ഭഗവാനെ ഞാൻ ചെയ്ത തെറ്റി തന്നെയാണ്, പക്ഷെ എനിക്ക് ജീവിക്കാൻ വഴി തരണേ എന്നൊരു പ്രാർത്ഥന നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധനം ആകർഷിക്കാം. നമസ്കാരം. അമേസിംഗ് റേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആകർഷണം എന്ന് പറയുന്നത് വ്യക്തികളുടെ ആകർഷണം, അതുപോലെ തന്നെ ധനത്തിൻ്റെ ആകർഷണം, ഇതെങ്ങനെയൊക്കെ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കാം എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തരണം. നല്ല നല്ല കമൻറ്റുകൾ തന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം തന്നെ ചില ചോദ്യങ്ങൾ ഞാനിവിടെ ചോദിക്കുന്നുണ്ട്. ആ കമൻറ്റിൽ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാഡത്തിനെ സ്വാഗതം ചെയ്യാം. വത്സല മാഡമാണ്. മാഡം നമസ്കാരം. നമസ്കാരം സാർ. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആകർഷണം എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. ഇപ്പം ജോലി കിട്ടാൻ ആകർഷണം, പെണ്ണ് കിട്ടാൻ ആകർഷണം, നല്ല പെങ്കൊച്ചിനെ കാണാൻ ആകർഷണം, പ്രേമം, പ്രണയം, പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് സാമ്പത്തികം, ധന ആകർഷണം. പലരും ഇപ്പോൾ ധന ആകർഷണ യന്ത്രം ഒക്കെ വീട്ടിൽ വെച്ച് പൂജിക്കുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ആകർഷണം ഉണ്ടാവും. നമുക്ക് ഹസ്തരേഖയിലൂടെ ഈ ആകർഷണം എങ്ങനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഹസ്തരേഖയിൽ നമ്മൾ ആകർഷണം എന്ന് പറയുന്നത് ശുക്രമണ്ഡലമാണ്. അത് ജ്യോതിഷത്തിലായിട്ടും അത് തന്നെയാണ്. ഹസ്തരേഖയിൽ ഏറ്റവും ശുക്രമണ്ഡലം നന്നായിട്ട് ഉയർന്നിരിക്കുന്നവർക്കും താന്നിരിക്കുന്നവർക്ക് ആകർഷണം കുറവാണ്. ആണായാലും പെണ്ണായാലും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവും കപ്പാസിറ്റിയും ഇല്ല. അവർക്ക് മാനസികമായിട്ടുള്ള ഇതാണ് മനസ്സിന്. അതേസമയം ശുക്രമണ്ഡലം നന്നായിട്ട് ഉയർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആകർഷണം വളരെ കൂടുതൽ. അത് ഒത്തിരി കൂടുതൽ അവർ ആണുങ്ങളെ പെണ്ണുങ്ങളെ നന്നായിട്ട് ആകർഷിക്കാറുണ്ട്. പഞ്ചാര അടിച്ചും നല്ല എപ്പോഴും അവർക്ക് സോഫ്റ്റ് കോർണറാണ്. പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവർക്കത് തെറ്റിദ്ധാരണയായിട്ട് തോന്നിയില്ല, കംപ്ലൈന്റ് ചെയ്യണമെന്ന് തോന്നിയില്ല. ഇല്ല. പക്ഷെ വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കംപ്ലൈന്റ് പീഡനമായി. അതെ, എപ്പോഴും ശുക്രമണ്ഡലം അട്രാക്റ്റീവ് ആണ്. നല്ല ചുരുണ്ട മുടി, നല്ല ചുരുണ്ട അല്ല സാമാന്യ അങ്ങനെയൊക്കെ ഉള്ള സംസാര രീതികൾ, അതാണ് നല്ല ഉയർന്നിരിക്കുന്ന സംസാര രീതി, നല്ല രീതി ഷാർപ്പായിട്ട്. ശനിയുടെ ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഒന്നും പോകത്തില്ല. ഇതങ്ങനെയല്ല. ചൊവ്വ ഞാൻ സാറിയുടെ നേരത്തെ കട്ട് ആൻഡ് റൈറ്റ് ആണ്, നല്ല സ്റ്റിഫ്. ഇതങ്ങനെയല്ല, സോഫ്റ്റ് കോർണറാണ്. എല്ലാവരും ആകർഷിക്കുക. പിന്നെ അവരുടെ കൂടെ പോവുകയും ചെയ്യും സാറേ. അവരുടെ ആകർഷണ ശക്തി അതാണ്. അതേസമയം താഴ്ന്നിരിക്കുകയാണെങ്കിൽ അത്ര ആകർഷണമില്ല. പിന്നെ മീഡിയം ഉണ്ട്, അവരും വളരെ നല്ലതാ. മീഡിയം അവർ മറ്റുള്ളവരെയൊക്കെ സഹായിക്കും, എന്ത് പാവങ്ങളെ നന്നായിട്ട് സഹായിക്കും. അവരുടെ ആ കുറേ പേരെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന അവർക്കുള്ള കഴിവ് സംസാരം കൊണ്ടും ദാനം കൊണ്ടും അവരുടെ വ്യക്തിത്വം കൊണ്ടും എല്ലാം ഒരു സമൂഹത്തെ തന്നെ അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റും. അവരുടെ സൂര്യരേഖയും നല്ല തെളിഞ്ഞിരിക്കും. ഞാനും ഇത് കേട്ടപ്പോൾ ലാലേട്ടന്റെ കാര്യമാണ് ഓർമ്മ. ലാലേട്ടൻ ഭയങ്കര ആകർഷണം. അദ്ദേഹം വരുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഓറയാണ്. അദ്ദേഹം വരുമ്പോ തന്നെ നമുക്ക് ഒരു വല്ലാത്തൊരു എനർജിയും പുള്ളി മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് തന്നെ. അതുകൊണ്ട് ആ ക്യാരക്ടറാ സാറേ, അഹങ്കാരം ഇല്ലാത്ത ക്യാരക്ടർ. അതാണ് അഹങ്കാരം ഇല്ലാത്തത് കൊണ്ടിട്ടാ. ഞാനും അത് പലപ്പോഴും വിചാരിക്കാറുണ്ട്. ഇന്നലെ ഞാൻ ടി വിയിൽ സ്കൂളിന്റെ യുവജനോത്സവത്തിലൊക്കെ ഉള്ള പ്രസംഗമൊക്കെ പിള്ളേർക്കൊക്കെ കൈകൊടുത്ത വലിയൊരാളല്ലോ, രാഷ്ട്രീയക്കാരെയും കാട്ടി വ്യക്തിത്വമുള്ള ഒരാളാണ് മോഹൻലാൽ. തീർച്ചയായിട്ടും. അപ്പം ഞാനത് മനസ്സൊന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ വ്യക്തിത്വം ഉള്ളവർക്ക് മാത്രമേ അതൊക്കെ പറ്റുള്ളൂ. ശുക്രമണ്ഡലം നല്ല രീതിയിൽ നിൽക്കും, ആവറേജ് നല്ല രീതിയിൽ മറ്റുള്ളവരെ ആകർഷിക്കാനും കൊടുക്കാനും നല്ല രീതി നല്ല വാക്ക് പറയാനും അവരുടെ ദുഃഖത്തിൽ പങ്കെടുക്കാനും എല്ലാം. ഈ ദുഃഖത്തിലും പങ്കെടുക്കണം. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ദുഃഖത്തിൽ പങ്കെടുക്കാനും അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ ശുക്രമണ്ഡലമാണ്. അതുള്ളവർ അത് സൂര്യരേഖയും കൂടെ തെളിഞ്ഞു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാവങ്ങൾക്ക് വേണ്ടി തന്നെ അവരിറങ്ങും.
പണക്കാരെ മോഹൻലാൽ ഒരുപാട് സർവീസ് ആക്ടിവിറ്റീസ് ഇനി അതുപോലെ തന്നെ മോഹൻലാലിനെ സംബന്ധിച്ചുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് കൊടുക്കണത് പറയുകയോട്ട് പോലും ഇല്ല, പുറത്ത് പറയില്ല. അതാണ് ഈ ശുക്ര. അദ്ദേഹത്തിന് ഒരു സംഘടനയുണ്ട്, അതെ, അത് അമ്മയുടെ അച്ഛന്റെയും പേരിലാണ് ആ സംഘടന. അതെ, ഇന്നലെ എന്തോ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അച്ഛനെ പറ്റി പറയണത്. അത്രയും അദ്ദേഹത്തിന്റെ മനസ്സിൽ അമ്മയും അച്ഛനെയും പറ്റിയുള്ള അത് അമ്മയും അച്ഛനെ സ്നേഹിക്കുന്നവര് പിന്നെ സമൂഹത്തെയും സ്നേഹിക്കുന്ന സത്യം തന്നെയാണ്. അത് ഈ ശുക്രമണ്ഡലത്തിന്റെ ഒരു അട്രാക്റ്റീവ്, ആ ശുക്രമണ്ഡല മീഡിയ ആളുകൾക്ക് ഒരു അട്രാക്ഷൻ ഉണ്ട്. സംസാര രീതി, മറ്റുള്ളവരെ ബഹുമാനിക്കുക, അത് മറ്റുള്ളവരെ ആരെ ചവിട്ടി താഴ്ത്താതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ക്വാളിറ്റീസ് അട്രാക്ഷൻ ഉണ്ട്. അവർക്കായിരിക്കും ഭാഗ്യരേഖ നല്ല തെളിഞ്ഞ് നല്ല രീതി. ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാ, പൈസയുടെയാ. അപ്പൊ അവർക്ക് തന്നെ നല്ല രീതിയിൽ നല്ല ശുക്രൻ രേഖയൊക്കെ ഉണ്ട്, നല്ല ഭാഗ്യരേഖ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി പൈസയൊക്കെ ഇഷ്ടം പോലെ വരും. മേഡം, എനിക്ക് ഇത് കേട്ടപ്പോഴേ ഞാൻ ഇപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് ഇപ്പം ഞാനായിരുന്നാലും ചിന്തിക്കും നമുക്ക് എങ്ങനെ ലാലേട്ടനെ പോലെ ആവാം, എങ്ങനെ അദ്ദേഹത്തെ പോലെ നമുക്ക് ഇതേപോലെ സോഫ്റ്റ്നെസ് ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. വളരെ ഭയങ്കര ആകർഷണമാണ്. അപ്പം അത് എങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരു ആകർഷിക്കുന്ന രീതിയിൽ ഒരു സാധാരണ ഒരാൾക്ക് സാറേ ഇത് തന്നെയാ സാറേ നമ്മുടെ ഗ്രഹങ്ങൾ. അതായത് വളരെ സോഫ്റ്റ് കോണ്ടായിട്ടുള്ള ഗ്രഹമാണ് ശുക്രൻ, ബുധൻ, ഇതൊക്കെ ചന്ദ്രൻ, ഇതെല്ലാം നല്ല സ്ഥാനത്ത് വരിക ആ മണ്ഡലങ്ങളൊക്കെ നല്ല ഉയർന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള കുഞ്ചൻ നമ്പ്യാര് ശുക്രന്റെ ആളായിരിക്കും ചാൻസ് ഉണ്ട്. നാക്ക് വാക്ക് എല്ലാം എന്തൊക്കെയാ അദ്ദേഹത്തിന്റെ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ളത്. നോക്കടാ നമ്മുടെ മാർഗ്ഗ കിടക്കുന്ന സാറിന് അറിയാലോ, മർക്കട നീ അല്ല പ്രാസം ഉപയോഗിച്ചാണ് കിട്ടും പണം ഇപ്പോൾ മനുഷ്യർക്ക് ഇല്ല ഇഷ്ട, അങ്ങനെ അതെല്ലാം സാധാരണപ്പെട്ട ഒരാൾക്ക് കിട്ടുന്നത് ഈ ശുക്രനാ കാര്യം. സാധാരണ അട്രാക്റ്റിങ് കുഞ്ചൻ നമ്പ്യാരുടെ പോയിട്രിയൊക്കെ ആരാ സാർ അട്രാക്ട്? പഠിച്ചവർക്കൊക്കെ നമുക്ക് അറിയാമല്ലോ. അദ്ദേഹത്തിന്റെ കാതിലോല, നല്ലതാളി, നല്ലതാളി, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് സംസ്കൃതം ആണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് രാജാവിനെ സൂചിപ്പിക്കുക. ദീപസ്തംഭം മഹാചര്യൻ, എനിക്കും പണം കിട്ടണം, എത്രയൊക്കെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അത്രയും ഇത് അട്രാക്റ്റീവ്, ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. ഞാൻ ഇന്നലെ ഇവിടെ അമ്പലപ്പുഴ പോയപ്പോൾ അവിടെ ചെന്നപ്പം കുഞ്ചൻ നമ്പ്യാരെ നമിച്ചു ഞാൻ. അദ്ദേഹത്തിന്റെ നമ്മൾ ഈ ഹസ്തരേഖയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഈ ശുക്രന്റെ പറയുമ്പോഴൊക്കെ കുഞ്ചൻ നമ്പ്യാരെ പറഞ്ഞു കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും എനിക്കത് കുഞ്ചൻ നമ്പ്യാരെ കാര്യം പറഞ്ഞപ്പോഴെനിക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നന്ദഗോവിന്ദ ഭജൻസ്, അവരുടെ ഭജന കേൾക്കാനും അങ്ങ് മൈതാനം നിറയാണ്. ഒരു കാലഘട്ടത്തില് റാപ്പിനും അതിനൊക്കെയായിരുന്നു കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ മാറി ഭജനയ്ക്ക് ഭയങ്കര പ്രാധാന്യം. അതില് പിന്നെ നവീൻ അദ്ദേഹം ഭയങ്കരമായിട്ട് എല്ലാവരുമായിട്ട് ചിരിക്കുന്നു, ഭയങ്കര അട്രാക്ഷനാണ്. അദ്ദേഹം ഒരുപാട് പേരുടെ സംസാരിക്കുന്നു, ചിരിക്കുന്നു. സ്റ്റേജിൽ അദ്ദേഹം ബോഡി ലാംഗ്വേജ് ഒക്കെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. സാറേ ആത്മീയത വരുമ്പോഴാണ് അട്രാക്ഷൻ വരുന്നത്. ആത്മീയത വരുമ്പോഴേ തീർച്ചയായിട്ടും ഭജന പാടുന്നു എന്ന് സാറ് പറഞ്ഞു. ആത്മീയത വരുമ്പോഴല്ലേ സാറേ എല്ലാവരെയും സ്നേഹിക്കാനും പിടിച്ചു നിർത്താനും ഒക്കെ തോന്നത്തുള്ളൂ. അവിടെ ശുക്രമണ്ഡലം പ്രവർത്തിക്കും, അവിടെ സൂര്യരേഖയും പ്രവർത്തിക്കും, ആൾക്കാരെല്ലാം അട്രാക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആത്മീയത വളർത്തുകയാണ് ഭജന. അതിനൊരു കഴിവ് വേണം, ആ കഴിവാണ് ശുക്രമണ്ഡലം. എല്ലാവർക്കും അതെ, ശുക്രമണ്ഡലത്തിന്റെ അട്രാക്ഷനാണ്. മറ്റേ ഏറ്റവും ഉയർന്ന അട്രാക്ഷൻ വേറെ സെക്ഷുവല്, ഏറ്റവും ഉയർന്ന സെക്ഷുവൽ അട്രാക്ഷൻ ഓഫ് സാറിനറിയാലോ, അതാണ്. അതും ഏറ്റവും താന്നിരിക്കാൻ പാടില്ല, നോ അട്രാക്ഷൻ, ഏറ്റവും താന്നിരുന്നാല്. അതുകൊണ്ട് നമ്മള് ജാതകമൊക്കെ നോക്കി കല്യാണം കഴിക്കുന്നത് അതുകൊണ്ടാണ്. രണ്ടുപേർക്കും ഒരേപോലെ താന്നിരുന്ന അവരുടെ ദാമ്പത്യം എങ്ങനെയായിരിക്കും, അതൊക്കെ അങ്ങനെ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഒരു മാസം വളരെ പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും ഒരു മാസം കൊണ്ട് ഡൈവേഴ്സ് ആയതുണ്ട്. നോക്കുമ്പോൾ ജാതകവും കയ്യും നോക്കുമ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ താന്നിരിക്കും. രണ്ട് സമുദ്രത്തിന്റെ നദിയുടെ മുന്നിൽ ചെന്നിരിക്കും. സാധനം മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതാണ് അല്ല, ഇപ്പം ഒരു ആത്മീയത കൂടിയ ഒരു വ്യക്തിക്കും ഇപ്പം ഈ ലൈംഗിക ജീവിതമൊന്നും അവർക്കും താല്പര്യം ഉണ്ടാവും. അങ്ങനെയില്ല സാർ, ആത്മീയത കൂടുമ്പോഴും നമുക്ക് ബോധം വരുത്തുകയാ ഹസ്ബൻഡ്. അത് നമ്മളെ ഹസ്ബൻഡിന് ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. അതില്ലെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും ശങ്കരാചാര്യര് പോലും പിന്നെ കല്യാണം കഴിക്കാത്തതുകൊണ്ട് രാജാവ് മരിക്കുമ്പോൾ സാറിന് അറിയാലോ. ഇപ്പം നമ്മുടെ ഓരോ സ്റ്റേജസ് ആയിട്ട് പഴയ കാലത്ത് രാജാക്കന്മാരെല്ലാം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ വനവാസത്തിനാണ് പോണത്.
ആ മോക്ഷത്തിലോട്ട് അവിടെ ചെന്നാണ് മോക്ഷം കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് പാണ്ഡവന്മാരെല്ലാം. അപ്പൊ അതുപോലെ തന്നെയാണ് ദൈവം തന്ന കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണമെന്ന് തന്നെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. ഞങ്ങൾക്കും ഒക്കെ ആത്മീയത ഉള്ളവരാ, ഞങ്ങൾക്കും ആത്മീയത ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ആത്മീയത ഉണ്ടെങ്കിൽ മാത്രമേ ഹസ്തരേഖയും ജ്യോതിഷവും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ ഗുരുനാഥനെ ഞാനും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. ഒരാൾക്ക് 6 സെൻസ് ഉണ്ടോ, ആത്മീയത ഉണ്ടോ, ഇയാൾ എങ്ങനത്തെ ആളാണെന്നൊക്കെ കൈ നോക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ ഈ പറഞ്ഞ സാമ്പത്തികം ഒന്ന് അട്രാക്ട് ചെയ്യാനായിട്ട് എന്താണ്? ഞാൻ വെള്ളിയാഴ്ചയ്ക്കാണ് പ്രാധാന്യം കൊടുക്കാറുള്ള സാമ്പത്തികമായിട്ടുള്ള. ഞാൻ അതിനുള്ള മന്ത്രം പറഞ്ഞു കൊടുക്കും. പായിലോ പലകയിലോ ഞാൻ അവരെ കൊണ്ട് തന്നെ ജപിപ്പിക്കും നന്നായിട്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നോക്കാം. അത് നന്നായിട്ട് ജപിക്കാൻ പറയും. എന്തെങ്കിലും ആ ജപത്തിലൂടെ സാറേ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ധന ആകർഷണം ഉണ്ടാകും എവിടെ നിങ്ങൾ. കാരണം നമുക്ക് തന്ന കർമ്മങ്ങൾ ഈശ്വരനാണ്. ആ കർമ്മം മാറ്റാൻ അദ്ദേഹത്തിനെ കഴിയൂ. തീർച്ചയായിട്ടും. നമുക്ക് തന്ന കർമ്മങ്ങളെല്ലാം സാറിനായാലും എനിക്കായാലും തന്ന കർമ്മങ്ങൾ നമ്മളെ മുൻജന്മ കർമ്മമാണ്. അത് തന്ന ഭഗവാനാണ്. ഭഗവാനെ ഞാൻ ചെയ്ത തെറ്റ് തന്നെയാണ്, പക്ഷെ എനിക്ക് ജീവിക്കാൻ വഴി തരണേ എന്നൊരു പ്രാർത്ഥന നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ധനം ആകർഷിക്കാം. അല്ലാതെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ജപിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ജപിച്ച് തന്നെയാണ് വരുത്തി കൊടുത്തിട്ടുള്ളത്. അത് സത്യമായ കാര്യമാണ്. അത് കിട്ടിയിട്ടുമുണ്ട്. നന്നായിട്ട് ജപിക്കുക എന്ന് പറയും. അവിടെ നമ്മൾ നിരാശ വരുത്തരുത്. ഞാൻ സൈക്കോളജിയും കൂടെയൊക്കെ ആഡ് ചെയ്ത് ഹസ്തരേഖയും എല്ലാം കൂടെ ചേർത്ത പറഞ്ഞു കൊടുക്കണം. അതേപോലെ ചെയ്യുകയും ചെയ്യും നന്നായിട്ട്. പിന്നെ ഒരു 5-10% ആൾക്കാരെ നമുക്ക് ഇതിലോട്ടൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം അവരുടെ ജാതകവും അവരുടെ ഹസ്തരേഖയൊക്കെ നമ്മളിനി എത്ര പറഞ്ഞു കൊടുത്താലും കേൾക്കത്തില്ല. അവർ ദൈവത്തിനെ അവരെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. എത്ര പറഞ്ഞും കേൾക്കത്തില്ല സാറേ. എന്തായാലും മാഡത്തിൻ്റെ ഈ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് എങ്ങനെയാണ്? ഞാൻ ഇപ്പം ഞാൻ കഴിഞ്ഞ യൂട്യൂബിലൊക്കെ എനിക്ക് ഒത്തിരി പേരെ കിട്ടിയ ക്ലാസ്സിൽ എല്ലാവരും പഠിക്കുന്നുണ്ട്. ഗൾഫിലുള്ളവരുണ്ട്. ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈനും ഉണ്ട്. ഇപ്പൊ എനിക്ക് ഓൺലൈന് ഇതിന്റെ താഴെ കൊടുക്കുന്ന നമ്പറിൽ അവർ വിളിക്കാറുണ്ട്. ജോയിൻ ചെയ്യും. ഞാൻ ലിങ്ക് ഞാൻ മൊത്തം ആദ്യത്തെ ക്ലാസ് ഞാൻ മൊത്തം പറയാം ഹസ്തരേഖയെ പറ്റി. ഭയങ്കര അട്രാക്ഷൻ ആയിട്ടുള്ള അവിടെ ആത്മീയത ഉള്ളവരെ വരത്തുള്ളൂ സാറേ. പഠിക്കാൻ അട്രാക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാൻ. എൻ്റെ ക്ലാസ്സിൽ ഇപ്പൊ ഒരു ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞ് അടുത്തത് ഒരു 3/4 ഭാഗത്തോളമായി. ഈ പഠിച്ചു കഴിയുന്നവർക്ക് എന്ത് ജീവിതത്തിൽ നല്ല വിജയത്തിലേക്ക് വീണ്ടും എൻ്റെ ക്ലാസ്സിൽ കയറിക്കോളും. അത് പിന്നെ അതിനൊരു ഇതില്ല, ഞാൻ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടില്ല. എൻ്റെ ഏത് ക്ലാസ്സിലും പിന്നെ കയറിക്കോളാൻ പറയും. എല്ലാവിധ ആശംസകളും. ക്ലാസ്സുകൾ മുന്നോട്ട് പോട്ടെ. ഒരുപാട് പേർക്ക് അത് ഗുണമുണ്ടാവട്ടെ. താങ്ക് യു സാർ.